തലസ്ഥാനത്ത് വൻ തീപിടുത്തം. PMGയിലെ TVS സ്കൂട്ടർ ഷോറൂമിലാണ് തീപിടിച്ചത്. 10 ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഇപ്പോൾ ശാലിനിയുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന്. ഞാൻ വണ്ടിയുടെ ഇടയ്ക്കായിട്ട് കസേരയിലിരുന്ന് ചാരിയിരുന്ന് ഒന്ന് ഉറങ്ങായിരുന്നു. പടാൻ വെടിയും കേട്ട് പൊട്ടിത്തെറിയായിരുന്നു. പൊട്ടിത്തെറിച്ചപ്പോൾ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ എനിക്ക് മൊബൈൽ എടുക്കാനാ ചാവി എടുത്ത് കാറ്റ് തുറക്കാനാ ഉള്ള അവസ്ഥയിലായിരുന്നില്ല. ഞാൻ അങ്ങ് പതറിപ്പോയി. ഒടുക്കം കയറ്റിൽ നിന്ന് എടുത്ത് ചാടി എൻ്റെ കൈയും മുട്ടുമൊക്കെ ഇടിച്ച് എടുത്ത് ചാടിയിട്ട് പള്ളിയിൽ സെക്യൂരിറ്റീനെ കയറ്റിൽ തട്ടി വേഗം വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. അപ്പോഴേ എൻ്റെ നമ്പർ ഉണ്ടാകുന്ന കേട്ട് സെക്യൂരിറ്റി സുരേഷിൻ്റെ നമ്പർ ഇവിടെ സെക്യൂരിറ്റിയിലുണ്ട്, വിളിച്ചു പറയാൻ പറഞ്ഞ് ആ സെക്യൂരിറ്റിയാണ് അതിൻ്റെ MD വിളിച്ച് പറഞ്ഞ് ഉടൻ വന്നത്. ഒടുക്കം ഫയർഫോഴ്സും വന്ന് എല്ലാം വന്നത്. മേളിൽ പടാൻ വെടി കേട്ട് ബാക്ക് സൈഡിൽ നിന്നാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഏറ്റവും മേളിൽ ടയർ എല്ലാം ഉണ്ട്. ശാലിനി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശാലിനി, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വിശദീകരണം നടത്തിയിരുന്നു. എന്തൊക്കെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്? വിശദാംശങ്ങൾ. ദൃശ്യം എന്തായാലും ആശ്വാസകരമായ സമയം അല്ലെങ്കിൽ ആശ്വാസകരമായ വാർത്തയാണ് PMGയിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ സ്ഥലത്ത് തുടരുന്നത്. ഏകദേശം 10ഓളം യൂണിറ്റുകൾ നെടുമങ്ങാട്, ചെങ്കൽച്ചൂള അടക്കമുള്ള മേഖലകളിൽ നിന്ന് 10ഓളം യൂണിറ്റ് ഫയർഫോഴ്സുകൾ ഇവിടെ എത്തിയിരുന്നു. ആ ഫയർഫോഴ്സുകളൊക്കെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ചുമതല ഉള്ള വ്യക്തി പറഞ്ഞിട്ട് പോയത്. അദ്ദേഹം ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഈ കെട്ടിടം പ്രവർത്തിച്ചത് എന്നുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു ചോദ്യം ഈ മണിക്കൂറിൽ തുടരുകയാണ്. കൂടാതെ തന്നെ നിലവിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനടക്കം പറഞ്ഞതുപോലെ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്നും, അതായത് 2ാം നിലയിൽ നിന്നുമാണ് ആദ്യം ഈ തീ പിടുത്തം ഉണ്ടാക്കുന്നത്. ശബ്ദം കേൾക്കുന്നത് അവിടെ നിന്നാണ്. അതേ തുടർന്നാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയൊക്കെ ചെയ്തത്. പുറത്തേക്ക് ഇറങ്ങിയാണ് സമീപത്തുണ്ടായിരുന്ന ഒരു പള്ളിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായി പറയുകയും ഇദ്ദേഹത്തിൻ്റെ ഫോണടക്കം, ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ഫോണടക്കം ഈ ബിൽഡിങ്ങിനുള്ളിലായിപ്പോയി. അതിനകത്ത് തീപിടുത്തത്തിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കുകയും ഫയർഫോഴ്സ് ആദ്യം 3 യൂണിറ്റുകൾ വരികയും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയുമായിരുന്നു. കയ്യിൽ നിൽക്കാതെ വന്നതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ എന്തായാലും കൃത്യമായി അതിൻ്റെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ മുകളിലത്തെ കെട്ടിടത്തിൽ നിന്ന് കാണാൻ കഴിയും. ടെറസ് ബിൽഡിംഗ് ആണ്. ആ ടെറസ് ബിൽഡിങ്ങിന്റെ മുകളിൽ 2ാമത്തെ നിലയ്ക്ക് മുകളിൽ വീണ്ടും അവർ എക്സ്ട്രാ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. എക്സ്ട്രാ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അത് ഫയർഫോഴ്സ് ജീവനക്കാരൻ അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥനടക്കം പറയുന്നത്. എക്സ്ട്രാ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നിലവിൽ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത് വരികയാണ്. എന്തായാലും ആ കൺസ്ട്രക്ഷൻ്റെ അടിയിൽ, ആ തകര ഷീറ്റുകൾ മേഞ്ഞ റൂഫിങ്ങിന്റെ അടിയിൽ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തൊക്കെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അവിടെ തീപിടുത്തത്തിന്റെ ഭാഗമായി പല വസ്തുക്കളും കത്തി നശിച്ചു പോയിട്ടുമുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായി ഉണ്ടായിരുന്നത് TVSന്റെ ഷോറൂമാണ്. കൂടുതലുമായി ഉള്ളത് വാഹനങ്ങളുടെ ടയറുകൾ, അങ്ങനെയുള്ള വസ്തുക്കളാണ്. ആ ടയറുകളൊക്കെ സൂക്ഷിച്ചിരുന്നത് ആ ഭാഗത്താണ്. നമുക്കറിയാം തലസ്ഥാനത്തടക്കം വലിയ രീതിയിലുള്ള താപനില ഉയർന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. ആ താപനില ഉയരുന്ന സമയത്ത് ഇത്തരത്തിലൊരു കൺസ്ട്രക്ഷൻ പണിത് അതിൻ്റെ എക്സ്ട്രാ റൂഫിങ്ങിന് കീഴിലായി സാധനങ്ങൾ സൂക്ഷിക്കാൻ കഴിയുമോ, അത് ഫയർഫോഴ്സ് അംഗീകൃത മാനദണ്ഡമാണോ എന്നത് ഒരു ഭാഗത്ത് ചോദ്യമായി നിൽക്കുകയാണ്. അതിനുള്ളിൽ ചെറിയ തോതിലുള്ള പുക ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫയർഫോഴ്സ് പറയുന്നത് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, തീ പൂർണ്ണമായും അണഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെറിയ തോതിലുള്ള പ്ലാസ്റ്റിക്കുകൾ ഇപ്പോഴും കത്തുന്നത് കൊണ്ടുള്ള പുകപടലങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് എന്നുള്ളതാണ് അവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും ആശങ്ക നിറഞ്ഞ മണിക്കൂറുകൾ. കാരണം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ PMG റോഡ് ഒരുപക്ഷെ പലർക്കും അറിയാം. MC റോഡിലേക്ക് വാഹനങ്ങൾ, വൺ വേ വാഹനങ്ങൾ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. തൊട്ട് സമീപത്തായി പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. തൊട്ട് സമീപത്തായി ഒന്നിലധികം പള്ളികൾ, ലൂർദ് പള്ളി അടക്കമുള്ള പള്ളികൾ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി ഹോസ്റ്റലുകളുണ്ട്, സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, നിരവധി വീടുകളുണ്ട്. അതിനിടയിലാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ ഉള്ളത്, ഈ ബിൽഡിംഗ് ഉള്ളത്. അവിടെയാണ് ഈ തീ പിടുത്തം ഉണ്ടാകുന്നത്. രാവിലെ 3:30 കൂടിയാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നത് പ്രകാരമാണെങ്കിൽ 3:30 കൂടിയാണ് ആദ്യ തീപിടുത്തത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. തീപിടുത്തം എന്നതിനപ്പുറം ചില പൊട്ടിത്തെറികളാണ് താൻ കേട്ടത്.
ജീവരക്ഷാർത്ഥം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നത്. എന്തായാലും ഇവിടെ നിൽക്കുന്ന നമുക്കടക്കമുള്ളവർക്ക് ഈ പ്ലാസ്റ്റിക് കത്തുന്നതിൻ്റെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് മണിക്കൂറുകളായി ഇവിടെ നിന്ന് അനുഭവിക്കുന്നുണ്ട് പ്രദേശവാസികൾ അടക്കമുള്ളവർ. എന്തായാലും ആശങ്ക നിറഞ്ഞ ആ മണിക്കൂറിന് ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇനി മറ്റ് നടപടികൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ കാരണം, ആ കാരണം ഔദ്യോഗികമായി ഫയർഫോഴ്സ് കൂടി സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനമുണ്ട് എങ്കിൽ പോലും അതിലൊരു കൃത്യത ഫയർഫോഴ്സ് വരുത്തിയിട്ടില്ല. കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം, വിശദാംശങ്ങൾ തേടിയതിന് ശേഷം ഒക്കെ അതിലൊരു കൃത്യതയും വ്യക്തതയും നൽകാൻ കഴിയുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണോ ഈ TVSന്റെ ഷോറൂം പ്രവർത്തിച്ചത് എന്നത് ഒരു ചോദ്യം. 2, ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഇക്കാര്യത്തിൽ ഉണ്ടായോ എന്നുള്ളതും ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. എന്തായാലും ആശങ്ക ഒഴിയുകയാണ്. തലസ്ഥാനത്തുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നഗരമധ്യത്തിൽ TVS ഷോറൂമിലുണ്ടായ അഗ്നിബാധയാണ് അല്പസമയം മുമ്പ് നിയന്ത്രണ വിധേയമാക്കിയത്. 10 യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്.